കരിപ്പൂരില് എയർപോർട്ടിന് സ്ഥലമെടുക്കാൻ പോയപ്പോൾ ആൾക്കാർ വലിയ പ്രശ്നം ഉണ്ടാക്കി. CH മുഹമ്മദ് കോയ ആ പ്രദേശത്തുള്ള ആൾക്കാരോട് പറഞ്ഞു, ഒരു സ്റ്റേജ് കെട്ടിയാൽ ഞാൻ പ്രസംഗിക്കാൻ വരാം. ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എന്നിട്ട് ഇനി സ്ഥലം എടുക്കാൻ പോയാൽ മതി. CH പ്രസംഗിക്കാൻ കിട്ടില്ല, അവർ സ്റ്റേജ് കെട്ടി. CH പ്രസംഗിക്കാൻ വന്നു. പക്ഷെ കാറിന്റെ മുന്നിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ശിഹാബ് തങ്ങളായി, പിറകില് CH. എന്നിട്ട് ഈ മനുഷ്യൻ സ്റ്റേജ് കയറിയപ്പോൾ ചുറ്റുഭാഗത്ത് ഈ ഓലപ്പുരകളാണ്, ടാർപോളിൻ സീറ്റ് കൊണ്ട് മറച്ച ഓലപ്പുരകൾ. ഇതാണ് വിട്ടുകൊടുക്കാൻ പറയുന്നത്. 3 സെന്റ് 5 സെന്റ് കരിപ്പൂരിൽ എയർപോർട്ട് വരാം. CH പറയാണ്, ഈ ഓലമേഞ്ഞ ചറ്റക്കുടിലുകളൊക്കെ ഒന്ന് ഓടിട്ടതാക്കണ്ടേ, അതിന് നിങ്ങളുടെ പൊന്നുമോൻ കടലും കടന്ന് അക്കരെ പോണ്ടേ, കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ അവൻ വന്നിറങ്ങും പോലെ ഈ എയർപോർട്ടിൽ വന്നിറങ്ങണ്ടേ, നിങ്ങൾ ഭൂമി കൊടുത്തേക്ക്, നാട്ടിൽ വികസനം വരും. എന്നെ വിശ്വസിക്കണ്ട, പൂക്കോയ കുട്ടിയുടെ മകൻ ഇതായിരിക്കുന്നു ശിഹാബ് തങ്ങൾ. തങ്ങൾ പറഞ്ഞാൽ കൊടുത്തൂടെ? ഇനി നിങ്ങളോട് ശിഹാബ് തങ്ങൾ സംസാരിക്കും. പിന്നെ ആ മൈക്കിന്റെ മുന്നിൽ വന്ന് അക്ഷരങ്ങൾ ഇങ്ങനെ വേർതിരിച്ച് കേൾക്കാം. ഇനി എയർപോർട്ടിന് ഭൂമിക്ക് വാങ്ങാൻ വേണ്ടി വരുമ്പോ നിങ്ങൾ ഭൂമി കൊടുത്തേക്കണം. അസ്സലാമു അലൈക്കും. CH ഉദ്യോഗസ്ഥന്മാരോട് പിറ്റേന്ന് പറഞ്ഞു, പോയി ഒക്കെ ഭൂമി എടുക്കാം. റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ പിന്നീട് കരിപ്പൂരിലെ ഭൂമിക്ക് വേണ്ടി ചെന്നപ്പോ അവർക്ക് കട്ടൻ ചായയും മധുരപലഹാരവും ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുന്ന തദ്ദേശവാസികളെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇവര് പറഞ്ഞാൽ കൊടുക്കും.